റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് എടുത്തു. ശരിക്കും പറഞ്ഞാൽ പുടിന്റെ ഒരു സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഡിസംബറിൽ വളരെ നിർണായകമായ അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഇന്ത്യ മോദിയും പുടിനും തമ്മിലൊരു കൂടിക്കാഴ്ച ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കാനുള്ള സാധ്യതയുമില്ലേ? ഉറ്റുനോക്കും. സാധാരണഗതിയിൽ ഈ നയതന്ത്രത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തലവൻ ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവനെ ഇങ്ങോട്ട് ക്ഷണിക്കും തിരിച്ചുള്ളത്. അത് ഓരോ സന്ദർശനത്തിലും ഉള്ളതാണ്. അങ്ങനെ അപ്പോൾ മോദി അങ്ങോട്ട് പോയിരുന്നതാണ് അല്ലേ, ജൂലൈയില് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അത് കഴിഞ്ഞ് പുടിൻ ഇങ്ങോട്ട് വരുന്നുള്ളത് അന്നേ നിശ്ചയിച്ചതാണ്. പക്ഷെ ഇത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് എന്നൊരു വർത്തമാനം കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ റഷ്യ യുദ്ധം തീരും എന്നുള്ളൊരു തോന്നൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉണ്ടായി. കാരണം അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടൊരു 28-ന് പദ്ധതി ഉണ്ടാക്കിയപ്പോൾ അത് പക്ഷെ പിന്നീട് അത് സമീപ ഭാവിയിലൊന്നും അത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഭൂമി തർക്കം കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ പുടിന് ഇന്ത്യ സന്ദർശനവും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ നിലനിന്ന് പോകുന്നത് നമ്മളും ചൈനയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഈ ഉപരോധങ്ങളൊക്കെ ഇരിക്കെ തന്നെ വാങ്ങുന്നത് കൊണ്ടുകൂടിയാണ് അല്ലേ. നമ്മൾ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോഗ രാജ്യങ്ങളിലൊന്നാണ്. 80% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു നമ്മുടെ ആവശ്യത്തിൻ്റെ. പക്ഷെ അതിൽ 2% മാത്രമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് എപ്പോൾ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ്. അതിനുശേഷം അത് 40%. അപ്പോൾ കുറച്ച് വില കുറച്ച് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പാക്കാനും ഒക്കെ, ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ നിന്നുള്ള ലാഭമൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ ഉപരോധം, അമേരിക്കയിലെ എണ്ണ ഭീമന്മാർ ട്രംപിന് തെരഞ്ഞെടുപ്പിൽ വലിയ സഹായം പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് ഉപകാരസ്മരണ കാണിക്കണം. ആ എണ്ണ ഭീമന്മാരിൽ നിന്ന് വലിയ വില കൊടുത്ത് ഇന്ത്യ എണ്ണ മേടിക്കണം. ഇതുകൊണ്ടാണ് ആ താരിഫുകൾ വന്നത്. അതാണ് പ്രധാന കാരണം അതിന്. അങ്ങനെ നിലനിൽക്കെ ഇപ്പോൾ നമ്മുടെ റിലയൻസ് ഉൾപ്പെടെ ഉള്ള എണ്ണ ശുദ്ധീകരണശാലകൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇപ്പോൾ കുറവാണ്. നമ്മളിപ്പോൾ ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ റഷ്യയുടെ ഈ ഗോസ്റ്റ് ഫ്ലീറ്റുകൾ ഇല്ലേ, പ്രേതക്കപ്പലുകളുടെ വ്യൂഹം കള്ളക്കടത്ത് നടത്തിയാണ് പല സ്ഥലത്തും ക്രൂഡ് ഓയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റൂട്ട് മാറ്റിയും ഒക്കെയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ റിലയൻസ്, പിന്നെ നയാര ഗുജറാത്തിലെ തന്നെ, അത് റഷ്യൻ എണ്ണ കമ്പനിയുടെ 40-50% ഓഹരിയുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ്. അങ്ങനെ പ്രധാനമായിട്ടും 2 ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണശാലകളാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അതിലിപ്പോൾ കുറവ് വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഊർജ മേഖല തീർച്ചയായിട്ടും അതിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. ഊർജം, പിന്നെ പ്രതിരോധം. അതിൽ നമുക്കിപ്പോൾ ഉള്ള വിവരം എന്താന്ന് വെച്ചാൽ പുടിൻ നമുക്ക് പാൻസീർ എന്ന മിസൈൽ തരും. അതാണ് വരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട. ചിലപ്പോൾ ഈ ആയുധങ്ങൾ ഇന്ന ആയുധം തരുന്നു പറഞ്ഞിട്ട് കരാർ ഒപ്പിടില്ല. പ്രതിരോധ സഹകരണ കരാർ എന്ന് പറഞ്ഞിട്ട് ഒപ്പിടുള്ളൂ. ഒരെണ്ണം നേരത്തെ ഒപ്പിട്ടത് ഇപ്പൊ പാർലമെന്റ് അവിടെ അംഗീകരിക്കാൻ പോകുന്നുണ്ട് റഷ്യയില്. നമ്മുടെ ആർട്ടിക്കിലും ഒക്കെ നമ്മൾ സഹായം ചെയ്യുന്നതും ഒക്കെ, നമ്മുടെ കപ്പലുകളും ഒക്കെ. അപ്പോൾ ഇത് ശരിക്കും ഈ പാൻസീർ മിസൈൽ നമ്മൾ നേരത്തെ വാങ്ങിക്കേണ്ടതായിരുന്നു. കാരണം ഇത് S-400 മിസൈൽ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ഓപ്പറേഷൻ സിന്ദൂറിലും ഒക്കെ പ്രയോഗിച്ചത്. ആ S-400ന്റെ കവചമായി നിൽക്കുന്ന മിസൈലാണ് ഈ പാൻസീർ മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത്.
S-400ന്റെ സംരക്ഷണം, S-400നെ ആക്രമിക്കുന്ന ആയുധങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന ജോലി ആണ് പാൻസിർ മിസൈലുകൾ ചെയ്യുന്നത്. നമ്മൾ S-400 കൂടുതൽ വാങ്ങാനുള്ള കരാർ ഒപ്പിടുകയും അത് സാമ്പത്തിക നില അത്ര ഗുണമില്ലാത്തത് കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അന്ന് നമ്മൾ ഈ S-400 മാത്രം വാങ്ങുക, പാൻസിർ വാങ്ങാതിരിക്കുക, അതൊരു മണ്ടൻ ആശയമായിരുന്നു. കാരണം S-400നെ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയുമായിരുന്നു. അതിന് കവചമില്ലാതെയാണല്ലോ മേടിച്ചത്, പാൻസിർ ഇല്ലാതെ. അപ്പോൾ ഇത് സായുധ പ്രച്ഛന്ന ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി, പ്രച്ഛന്ന ഡ്രോൺ എന്ന് ഞാൻ പ്രയോഗിച്ചത് കാമിക്കേസ് ഡ്രോൺ എന്നുള്ളതിന് മലയാളികളാണ്. പല മലയാള വാക്കുകളും നമ്മളുടെ സംഭാവനയായിട്ട് പത്രപ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ പ്രച്ഛന്ന ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നത്. S-400ഉം ഈ പാൻസിർ മിസൈലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിർത്തിക്കപ്പുറം നിന്നുള്ള ഭീഷണി നന്നായി ചെറുക്കാൻ കഴിയും. അപ്പോൾ ഈ പാൻസിർ S-1M എന്ന് പറഞ്ഞ മിസൈലാണ് നമ്മൾ വാങ്ങുന്നത് എന്നാണ് അറിയുന്നത്. ഇത് പാൻസിർ S-1ന്റെ പരിഷ്കരിച്ച പതിപ്പാണ്. ഇതിന് മുമ്പൊരു പതിപ്പ് അതിൻ്റെ ഉണ്ടായിരുന്നു. പരിഷ്കരിച്ച പതിപ്പാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ശത്രു വിമാനങ്ങൾ, ശത്രുവിൻ്റെ ഹെലികോപ്റ്ററുകൾ, ശത്രുവിൻ്റെ കൃത്യതയുള്ള ആയുധങ്ങൾ, ശത്രുവിൻ്റെ ക്രൂസ് മിസൈലുകൾ, UAV ഡ്രോണുകൾ, ആളില്ലാത്ത ഡ്രോണുകൾ, അത്തരം സംവിധാനങ്ങൾക്കൊക്കെ എതിരെ ഈ പാൻസിർ മിസൈൽ ചെറുത്ത് നിന്നോളും. S-400 ഒരു മേഖലയിൽ തന്നെ സംരക്ഷിച്ചാണല്ലോ നിൽക്കുന്നത്. S-400 എന്ന് പറഞ്ഞ മിസൈൽ സിസ്റ്റം, ഇത് അത്രയും റേഞ്ച് ഒന്നുമില്ല. S-400നെയൊക്കെ സംരക്ഷിക്കുകയും അതിൻ്റെ കൂടെ ശത്രുവിൻ്റെ ഈ പറഞ്ഞ വിമാനങ്ങളെ, ഹെലികോപ്റ്ററുകളെയും ആയുധങ്ങളെ, ക്രൂസ് മിസൈലുകളെയൊക്കെ ചേർത്തോളും. ഇതിന് 20-30 കിലോമീറ്റർ റേഞ്ചാണ് ഉള്ളത്. പാൻസിർ മിസൈൽ ചെറിയ റേഞ്ചാണ്. ഒരു സിസ്റ്റത്തിൽ 12 മിസൈൽ ഉണ്ടാവും. പാൻസിർ മിസൈൽ ഒറ്റ സിസ്റ്റത്തിൽ, ഒരു വാഹനത്തിൽ 12 മിസൈൽ ഉണ്ടാവും. 2 പീരങ്കികൾ ഉണ്ടാവും, 30 mm പീരങ്കികൾ ഇതേ വാഹനത്തിൽ. പാൻസിർ മിസൈലും 2 പീരങ്കികളും, അതായത് 12 മിസൈലും 2 പീരങ്കികളും ചേർന്നാൽ ഒരു സിസ്റ്റമായി ഒരു വാഹനത്തിൽ. സെക്കൻഡിൽ 40 റൗണ്ട് ഫയർ ചെയ്യും ഓരോ പീരങ്കിയും. സെക്കൻഡിൽ 40 റൗണ്ട്, എല്ലാം ഒറ്റ വാഹനത്തിൽ. 1400 റൗണ്ടാണ് ആകെ ഫയർ ചെയ്യുന്നത്. 3 ക്രൂ ഉണ്ടാവും ഈ വാഹനത്തിൽ ഈ മിസൈൽ സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ. റഡാർ 2 എണ്ണം ഇതിൻ്റെ അകത്തുണ്ടാവും. ഫയർ കൺട്രോൾ ഉണ്ടാവും. സർഫസ് ടു എയർ മിസൈലാണ്, കരയിൽ നിന്ന് ആകാശത്തേക്കുള്ള മിസൈലാണ് പാൻസിർ. സ്പീഡ് 1300 മുതൽ 1700 വരെ മൈൽ പെർ സെക്കൻഡ് ആണ്. 25 കിലോയുടെ സ്ഫോടകം അതിൽ വഹിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ചെറിയ TKB ഗോസ്റ്റ് മിസൈൽ കൂടി ഉണ്ട്. ചെറിയ വേറൊരു മിസൈൽ കൂടി ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. മിനി ഡ്രോണുകളെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ചെറിയ ഡ്രോണുകളെ കൈകാര്യം ചെയ്യാൻ ചെറിയൊരു മിസൈൽ കൂടി ഈ സിസ്റ്റത്തിലുണ്ട്. ഈ ചെറിയ മിസൈല് S-1 മുൻ പതിപ്പുണ്ടല്ലോ, അതിലതുണ്ടായിരുന്നില്ല. പരിഷ്കരിച്ച പതിപ്പിലാണത്. അപ്പോൾ 500 മുതൽ 7000 മറ്റേ മീറ്റർ അകലെ വരെയുള്ള ടാർഗറ്റുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. 4 മിസൈലുകൾ 115 കിലോ ആണ് ഈ ചെറിയ മിസൈലുകൾ. ഈ TKB മിസൈലുകൾക്ക് വില വളരെ കുറവാണ്, ധാരാളം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ പാൻസിറിന് S-400ന്റെ കവചമായിട്ട് നമുക്ക് വരികയാണ്. നമ്മുടെ വ്യോമസേനയ്ക്ക് 5 S-400 സംവിധാനമാണ്, മിസൈൽ സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഈ പാൻസിർ കവചമില്ലാതെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ആദംപൂർ
വ്യോമതാവളത്തിൽ S-400 ആക്രമിച്ചതായിട്ട് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്തകൾ ആ ആക്രമിച്ചതൊക്കെ S-400 ഡമ്മികളായിരുന്നു എന്നാണ്. നമ്മൾ കുറെ S-400 ഡമ്മികൾ വെച്ചിരുന്നു. യഥാർത്ഥ S-400 ആദംപൂരിൽ നിന്ന് നമ്മൾ വേറെ താവളത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്. അപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ S-400 പാൻസീറും ഒന്നിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ സ്റ്റോം ഷാഡോ പോലുള്ള ക്രൂസ് മിസൈലുകളെ ഈ S-400 ചെറുക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുപോലെ വേഗം കുറഞ്ഞ ഡ്രോണുകളെയും സ്ലോ ഡ്രോൺസ് ചെറുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ രണ്ട് സെറ്റ് ബാക്സ് ഇതിനുണ്ട്, S-400 എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.